പിച്ചി ചീന്തപ്പെടുന്ന ബാല്യങ്ങൾ നമ്മൾ ധാരാളം കാണുന്നു. ഇന്നാണെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ടി വി ചാനലുകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലുമൊക്കെ വന്ന വാർത്തകൾ നമുക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഒരു 3 വാർത്ത. ഒന്ന്, പാലത്തായി പീഡനം. പാലത്തായി പീഡന കേസിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അയാൾ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അയാൾക്ക് ജാമ്യം കൊടുക്കാൻ കിട്ടാൻ വേണ്ടി ഉള്ള പണികളെല്ലാം പോലീസുകാരങ്ങ് കളിച്ചു അതിനകത്ത്. അയാളൊരു RSS പ്രവർത്തകനാണ്. അപ്പോൾ അത് വന്നപ്പോൾ പോലീസിലുള്ള RSSകാരെല്ലാം കൂടെ ചേർന്ന് റെഡിയാക്കി ആ കുഞ്ഞിൻ്റെ മൊഴി, 4ാം ക്ലാസ്സുകാരിയുടെ മൊഴിയിൽ ഡേറ്റ് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാണ്. ആ കുഞ്ഞ് കള്ളം പറയുന്നതാണെന്നാണ്. മെഡിക്കൽ പരിശോധനയിലൊക്കെ സംഭവം സത്യമാണെന്ന് തെളിഞ്ഞതാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ ആരും തയ്യാറായില്ല. അവസാനം പിന്നെ എന്തോ ഭാഗ്യത്തിന് അതായത് ആ കുട്ടിയുടെ എന്ന് വെച്ചാൽ ഇവൻ്റെ ദൗർഭാഗ്യത്തിനും ആ കേസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തു. ഇപ്പോൾ അത് ശിക്ഷയിൽ കലാശിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. വേറൊരെണ്ണം, ഇവിടെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ, എളമക്കരയിലുള്ള ഒരു ഫ്ലാറ്റിൽ, അതിൽ ഒരു സിവിൽ സപ്ലൈസിൽ റേഷനിങ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അവരും ഭർത്താവുമായിട്ട് പിണങ്ങി വിവാഹബന്ധം വേർപെടുത്തി കഴിയുകയാണ്. അവർക്ക് ഒരു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു 24 വയസ്സുകാരനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ 12 വയസ്സുള്ള ഒരു മകനുണ്ട്. അവൻ്റെ അടുത്ത് കഴിഞ്ഞ 12-ാം തീയതി രാത്രി ഈ സിദ്ധാർത്ഥും ഈ അവൻ്റെ അമ്മയും കൂടെ വളരെ നിർബന്ധം, അമ്മ വേറെ മുറി പോയി കിടക്കാൻ പറഞ്ഞു. അവനതിന് തയ്യാറായില്ല. 12 വയസ്സുള്ള കുട്ടിക്ക് ഒരുമാതിരി കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം. അവൻ തയ്യാറായില്ല. തയ്യാറാവുന്നത് എന്തെന്നറിയാം, അവനെ പിന്നെ അങ്ങ് ഉപദ്രവിക്കുകയാണ് ശാരീരികമായിട്ട്. അവൻ്റെ തല പിടിച്ച് ആ ബാത്റൂമിൻ്റെ ഡോറിൽ ഇടിച്ചു. ആ കുഞ്ഞിനെ ഒരുപാട് നിരത്തിട്ട് ചവിട്ടി. അവൻ്റെ നെഞ്ച് ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ മാന്തി പൊളിച്ചു. ഒരുപാട് ഉപദ്രവങ്ങളായി. അവസാനം പിന്നെ ഏതായാലും ചൈൽഡ് ലൈനുമൊക്കെ ഇടപെട്ട് അവൻ്റെ അച്ഛനെ അറിയിച്ചു. ഇപ്പോൾ കുഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ സംരക്ഷണയിലാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഈ വഴിവിട്ട ബന്ധങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വളരെ താറുമാറാക്കുന്നത്. അത് പലപ്പോഴും ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ സ്ത്രീ ഏതായാലും ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയുള്ളൂ, ഒരു ഡൈവോഴ്സ് നടക്കുമ്പോൾ അവിടെ ഒരു അനാഥമാക്കുന്ന അത് ബാല്യങ്ങളെയാണ്, കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങൾ മുഴുവൻ അനാഥരായിട്ട് മാറുകയാണ്. അങ്ങനെ എത്ര പേരുണ്ടെന്നറിയോ? കാരണം ഈ അമ്മയ്ക്ക് വേറെ വഴിവിട്ട ബന്ധം കൊണ്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ അച്ഛനെന്ന് പറയുന്ന ആൾ അയാൾ ഇനി എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം അയാൾ അകന്നു കഴിയല്ലേ. പിന്നെ ഇങ്ങനെയുള്ള ഒരെണ്ണത്തിൻ്റെ കയ്യിൽ നിന്ന് നിവൃത്തിയില്ലാതായിരിക്കും അയാൾ ഒഴിഞ്ഞു പോയേക്കുന്നത്. ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന സിവിൽ സപ്ലൈസിലെ നല്ല ജോലിയിലിരിക്കുന്ന ഒരു സ്ത്രീയാണത്. അപ്പോൾ അവരാണ് ഈ പണി കാണിച്ചത്. എന്തായാലും രണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കോടതി ആരാക്കി 2 എണ്ണത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞിനെ രാത്രി 12 മണി മുതൽ വെളുപ്പിനെ 3:30 മണി വരെ ഇതിനെ ഉപദ്രവിക്കായിരുന്നു. അവനെ ആലോചിച്ച് നോക്കിക്കോണം. പാതിരാത്രി മുതൽ വെളുപ്പിനെ 3:30 വരെ ആ കുഞ്ഞിനെ ഇട്ട് ചവിട്ടി തേക്കുമായിരുന്നു. ഇതൊക്കെ അനുഭവിക്കണം. ഇതോടൊപ്പമാണ് മറ്റൊരു വാർത്ത. അതായത് മഹാരാഷ്ട്രയിലെ പാൽഘർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൽ 6ാം ക്ലാസ്സുകാരിയാണ് കേട്ടോ. ആ വിദ്യാർത്ഥിനിയുടെ പേര് കാജൽ ഗൗഡ് എന്നാണ്. ഈ വിദ്യാർത്ഥിനി പഠിച്ച ആ സ്കൂള് ശ്രീ ഹനുമന്ത് വിദ്യാമന്ദിർ എന്ന് പറയുന്ന സ്കൂളാണ്. അവിടെ അത് ഒരു ശകലം താമസിച്ച് സ്കൂളിൽ ചെല്ലാൻ രാവിലെ. അതിന് ചെയ്ത പണി എന്തോന്നറിയോ? ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഈ സ്കൂൾ ബാഗുകൾ അതുമാത്രമല്ല, വേറെ ബാഗുകൾ, സ്കൂൾ ബാഗുകൾ ഇട്ടുകൊണ്ട് 100 സിറ്റപ്പ് എടുക്കണം. 100 സിറ്റപ്പ് എടുക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് തളർന്ന് വീണ് കേട്ടോ. വീണ് കഴിഞ്ഞത് ആശുപത്രി കൊണ്ടുപോയി. അത് ഒരാഴ്ചക്കകത്ത് അത് മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ആ സ്കൂളിലെ ആ ടീച്ചർ ആരായിരുന്നെന്നുള്ള ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ഒരു അധ്യാപികയാണ് ഈ ചെയ്തത്. ഇത് ഒരു കുഞ്ഞിൻ്റെ കൂടെ കാണിക്കുന്നതാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ശകലം താമസിച്ചു എന്താ ലോകൊടിഞ്ഞു വീഴും. അതിൻ്റെ ആ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ ആരെങ്കിലും നോക്കാറുണ്ടോ? ഒന്നും നോക്കുന്നില്ല. ഇതുപോലുള്ള വളരെ ദുരന്തം
നിറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ദിവസം തോറും കാണുകയാണ്. എന്നിട്ട് സമൂഹം നന്നാവുന്നുണ്ടോ? അതൊന്നുമില്ല. ഇവരെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനായി. ഇപ്പോൾ എല്ലാം സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും ഒക്കെയാണ് ഇനി ഇതിലേക്ക് പോകേണ്ടത്. സ്വന്തം തന്തയും തള്ളയൊന്നുമല്ല ഈ നോക്കുന്നതൊന്നും. ഈ രീതിയിലാണ്. ഈ 3 സംഭവങ്ങൾ ഇന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെന്നുള്ളതേ ഉള്ളൂ. ഏതായാലും നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അത് അടുത്ത വീട്ടിലെ കുഞ്ഞായാലും ശരി, ഏത് കുഞ്ഞായാലും ശരി, ആ കുഞ്ഞിൻ്റെ ആ വെൽഫെയറിനെ കുറിച്ച് എല്ലാവരും സമൂഹം തന്നെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വളരെ വലിയ അപകടമാണ്.